ക്ലവർ കാർല. ഇപ്പോ ഇവിടെ നമ്മൾ ഒരു പ്ലേ ആണ് പഠിക്കാൻ പോകുന്നത്. ഹിയർ ഇസ് എ ഷോർട്ട് പ്ലേ ഓഫ് എ ഫാർമർ ഹു ട്രൈസ് ടു സെൽ ഹിസ് പ്രൊഡക്ട്സ്. റീഡ് ഇറ്റ് ആൻഡ് എൻജോയ്. അപ്പോ ഇവിടെ ഒരു ഫാർമറിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഫാർമർ തന്റെ പ്രൊഡക്ട്സ് വിൽക്കാനായിട്ട് ശ്രമിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഒരു പ്ലേ, ഒരു നാടകം. അതാണ് നമ്മളിവിടെ കാണുന്നത്. എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ സീൻ വൈസ് നമ്മളിപ്പോ ഒരു പ്ലേ അല്ലെങ്കിൽ ഒരു നാടകം അല്ലെങ്കിൽ സിനിമ എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ്ലി സീൻ വൈസ് ആയിരിക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇൻ ദ സിറ്റി ഓഫ് പലർമോസ്, ഇറ്റലി, there lived a poor farmer and his young daughter കാർല. അപ്പോ ഇവിടെ പാലർമോ എന്ന് പറയുന്ന രണ്ടുപേര് വെയിറ്റിംഗ് റൂമിലാണ്. പാലർമോ എന്ന് പറയുന്ന ഇറ്റലിയിലെ ഈ സിറ്റിയില് ആണ് നമ്മുടെ ആര് ജീവിച്ചിരിക്കുന്നത്? നമ്മുടെ ഈ ഒരു ഫാർമർ, ഈ ഒരു പാവപ്പെട്ട ഈ ഒരു ഫാർമറും അതോടൊപ്പം ആ ഫാർമറിന്റെ മകളും ജീവിച്ചിരുന്നത്. The farmer worked hard to cultivate fine grains and fresh vegetables which he sold at a nearby market. അപ്പോ നമ്മുടെ ഈ ഫാർമർ എന്ത് ചെയ്യും? ഇവിടുന്ന് കൾട്ടിവേറ്റ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം അടുത്തുള്ള മാർക്കറ്റിലാണ് കൊണ്ടുപോയി വിൽക്കുന്നത്. കാർല helped her father by watering the plants and collecting the grain. അപ്പോൾ ഈ വിളവെടുക്കുന്നതിനും അതുപോലെ തന്നെ വെള്ളം നനയ്ക്കുന്നതിനും എല്ലാത്തിനുമായിട്ട് ഈ കാർലയും ആ ഫാർമറിനെ സഹായിക്കുമായിരുന്നു. അപ്പോൾ സീൻ 1. One day the farmer loaded his wagon with grains and hitched up his only horse. അപ്പോ നമ്മുടെ ഒരു ദിവസം നമ്മുടെ കർഷകൻ എന്ത് ചെയ്തു? നമ്മുടെ ഈ ചരക്ക് വണ്ടി അതാണ് നമ്മുടെ ഈ ഒരു വാഗൺ, ചരക്ക് വണ്ടിയില് ഈ ഒരു ഗ്രെയിൻസും എല്ലാം നിറച്ചും കൊണ്ട് ആ ഹോഴ്സിനെയും കൊണ്ട് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക. എവിടേക്ക് പോകാനായിട്ട്? മാർക്കറ്റിലേക്ക്. ഫാർമർ, wish me luck, Carla. I am going to the market and hope to return before dark with my pockets filled with money. അപ്പോ നമ്മുടെ ഫാർമർ പറയാണ്, വിഷ് മീ ലക്ക്, എന്നെ ആശംസിക്കൂ കാർല, അല്ലെങ്കിൽ എനിക്ക് മംഗളാശംസ നേരൂ. ഞാൻ മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഞാൻ നേരത്തെ വരാനായിട്ട് ഞാൻ എന്താ പറയാ, എത്രയും നേരത്തെ ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ തിരിച്ചു വരാനായിട്ട് ശ്രമിക്കാം. മൈ പോക്കറ്റ് ഫിൽഡ് വിത്ത് മണി. അപ്പോ നിറയെ കാശുമായിട്ട് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാരും വീഡിയോ ഓൺ ചെയ്ത് വെച്ചേ. അവിടെ കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആരുമില്ല. ജസ്റ്റ് ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്ന ഒരു ഫീൽ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറയുന്നത് ഈ വീഡിയോ ഓൺ ചെയ്ത് വെക്കാനായിട്ട്. ഗുഡ് ലക്ക് പപ്പ, ഡു കം ബാക്ക് സൂൺ. അപ്പോ നമ്മുടെ കാർല എന്ത് ചെയ്തു? അവളുടെ പപ്പയെ ഇത് മംഗളാശംസ നേരുകയാണ്. കം ബാക്ക് സൂൺ, പുറത്ത് നേരത്തെ തിരിച്ചെത്തു. ഐ വിൽ ഹാവ് ദ റെസ്റ്റ് ഓഫ് ദ ഗ്രെയിൻസ് കളക്റ്റഡ് ബൈ ദ ടൈം യു കം ബാക്ക്. അപ്പോ പപ്പ എന്തായാലും മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ബാക്കിയുള്ള ഗ്രെയിൻസും കളക്ട് ചെയ്ത് വയ്ക്കാം. സീൻ 2 ഇൻ ദ സ്ട്രീറ്റ്. അപ്പൊ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുള്ളിക്കാരൻ അങ്ങ് പോയി. അപ്പൊ സ്ട്രീറ്റിലാണ് അടുത്ത്. മെർച്ചന്റ്, ഹേ വെയിറ്റ് മൈ ഗുഡ് ഫെലോ. ഹി പിക്സ് അപ്പ് എ ഹാൻഡ്ഫുൾ ഗ്രെയിൻസ് ആൻഡ് അഡ്മയർസ് ദം. അപ്പൊ നമ്മുടെ ഹലോ, നമ്മുടെ ഓക്കെ, നമ്മുടെ ഇതിന്റെ സാധനത്തിന്റെ വില എത്രയാ എന്നൊക്കെ നമ്മൾ പോയി ചോദിക്കത്തില്ലേ? അതുപോലെ ഈ അവിടുത്തെ ഒരു മെർച്ചന്റ് ഈ ഫാർമറിനെ കണ്ടിട്ട് ചോദിക്കുക, ഹലോ കച്ചവടക്കാരാ, നിൽക്കൂ എന്ന് പറഞ്ഞ് വിളിക്കുക. I see you do fine work. Very fine indeed. He looks at the farmer with a sly grin. How much for everything? Okay. അപ്പോ ഇവിടെ പറയാണ്, ഓക്കെ, ഇത് നല്ല വിത്താണല്ലോ, നല്ല ഗ്രെയിൻസ് ആണല്ലോ, ഇത് വളരെ നന്നായിട്ടുണ്ട്, ഇതിന് എത്ര രൂപയാ? അപ്പൊ പറയാണ് 20 copper pieces for everything. എല്ലാത്തിനും കൂടെ 20 കോപ്പർ പീസ് ആണ് ഇതിന്റെ വില എന്ന് പറയുന്നത്. അപ്പോ മെർച്ചന്റ്, ഇറ്റ്സ് എ ഡീൽ, ഹിയർ ഈസ് യുവർ മണി. എന്നിട്ട് പറയാണ്, അങ്ങനെയാണെങ്കിൽ ഓക്കെ, എനിക്കിത് ഈ 20 ചെമ്പ് നാണയമാണ് വിലയെങ്കിൽ ഓക്കെ, ഞാൻ നിങ്ങൾക്ക് 20 ചെമ്പ് നാണയം തരാം, എല്ലാത്തിനും കൂടി 20 ചെമ്പ് നാണയം തരാം. The merchant climbs on the wagon seat himself,
next to the farmer. അപ്പോ എന്നിട്ട് ഉടനെ എന്ത് ചെയ്തു? പൈസ കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ ഈ വാഗൺ, ഈ ചരക്ക് വണ്ടിയുടെ മുകളിൽ ഈ കുതിരയുടെ പുറത്ത് കയറി അങ്ങ് ഇരുന്നു. Now step down and be on your way. എന്നിട്ട് മെർച്ചന്റ് പറയുക, ഇനി നിങ്ങൾ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകൂ. What's this? എന്താ ഇത്? Come now, my dear fellow, let us not argue. You did agree to sell me everything, didn't you? Okay, അപ്പൊ പറയാണ്, നീ അല്ലേ, നമ്മൾ എന്തിനാ വാടി വെക്കുന്നത്? നീ അല്ലേ എനിക്കെല്ലാം തരാമെന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിച്ചത്? നീ അങ്ങനെ ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുക. വെൽ യെസ് ബട്ട്, ഞാൻ തരാമെന്ന് പറഞ്ഞു, പക്ഷേ merchant, I take you at your word. Everything includes your wagon and your horse. എന്നിട്ട് പറയുക, ഇത് ഞാൻ നിന്റെ വാക്ക്, നീ പറഞ്ഞതനുസരിച്ച് ഞാൻ നിനക്ക് പൈസ തന്നു. എവറിത്തിങ് ഇൻക്ലൂഡ്സ് യുവർ വാഗൺ ആൻഡ് യുവർ ഹോഴ്സ്. ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കുതിരയും നിന്റെ ഈ ചരക്ക് വണ്ടിയും എല്ലാം കൂടെ ചേർത്താണ് നീ പറഞ്ഞത്. ആഫ്റ്റർ ഓൾ എ ഡീൽ ഈസ് എ ഡീൽ. അപ്പൊ ഡീൽ എന്ന് പറയുന്നത് ഒരു ഡീൽ, അതായത് കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഉറപ്പ് തന്നെയാണ്. ഉറപ്പ് തന്നു കഴിഞ്ഞാൽ ഉറപ്പ് തന്നെയാണ്, അതിന് വേറെ മാറ്റമൊന്നുമില്ല. If you don't agree with me, we will go before the judge. There is one just down the street. അപ്പൊ പറയാണ്, ഇപ്പൊ നീ ഇത് എഗ്രി ചെയ്തില്ല എങ്കിൽ, നീ ഇത് സമ്മതിച്ചില്ല എങ്കിൽ നമുക്ക് ജഡ്ജിന്റെ അടുത്ത് പോവാം, നമുക്ക് കോടതിയിൽ പോവാം. ഇവിടെ ഇവിടെ തന്നെ ഒരു ന്യായാധിപനുണ്ട്, അല്ലെങ്കിൽ ഒരു ജഡ്ജി ഉണ്ട്. അപ്പൊ നമുക്ക് പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി നമുക്ക് ഈ പ്രശ്നം സോൾവ് ആക്കാം എന്ന് പറയുകയാണ്. അടുത്ത സീൻ 3, ഇൻ ദ കോർട്ട്. അപ്പൊ കോർട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ജഡ്ജി ചോദിക്കുക, ഡിഡ് യു എഗ്രി ടു സെൽ എവറിത്തിങ്? നീ എല്ലാ സാധനങ്ങളും വിൽക്കുന്നു എന്ന് പറഞ്ഞു, നീ വിൽക്കാനായിട്ട് സമ്മതിച്ചോ? വെൽ യെസ് ബട്ട്. അപ്പൊ അവിടെ പറയാണ്, ഞാൻ അങ്ങനെ സമ്മതിച്ചു, പക്ഷേ അത് ഉദ്ദേശിച്ചത് എന്താ? ഞാൻ ഒരിക്കലും ഇത് കുതിര ഇതിന്റെ കാര്യം അല്ലെങ്കിൽ ഈ ഗ്രെയിൻസിന്റെ കാര്യം മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നാണ് പറയാൻ പോയത്. Then a deal is a deal and you must do as you agree. അപ്പോൾ ജഡ്ജി ഉടനെ പറയുക, അങ്ങനെയാണെങ്കിൽ വ്യവസ്ഥ എന്ന് പറയുന്നത് അത് പറഞ്ഞതുപോലെ തന്നെയാണ്. as you must do as you agreed. നീ പറഞ്ഞതുപോലെ തന്നെ നീ അത് ചെയ്യണം. The farmer walks back home with a cruel merchant's laugh ringing in his ears. അപ്പോ നമ്മുടെ ഈ പുള്ളിക്കാരനാണെങ്കിൽ ഒന്നുമില്ലാതെ പൈസ, ഇത്രയും പൈസക്ക് എല്ലാം നഷ്ടമായി തിരിച്ചു വരികയാണ്, വീട്ടിലേക്ക് വരികയാണ്. ആ മെർച്ചന്റിന്റെ ആ ഒരു ക്രൂരനായ ആ ഒരു മെർച്ചന്റ്, കച്ചവടക്കാരന്റെ ആ ഒരു ലോഫ്, ചിരി പുള്ളിക്കാരന്റെ ചെവിയിൽ മുഴങ്ങി കേൾക്കുക. When he gets home, he explains everything to Carla just as it happened. അപ്പോ ഇത് വീട്ടിലെത്തിയപ്പോ സ്വന്തം മോളായ കാർലയോട് പുള്ളിക്കാരൻ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു പറഞ്ഞു. കാർല, വാട്ട് എ ഗ്രീഡി ഓൾഡ് മാൻ. എന്ത് ദുഷ്ടനായ, അല്ലെങ്കിൽ എത്ര അത്യാഗ്രഹിയായ മെർച്ചന്റ് ആണത്. ബട്ട് ഡോണ്ട് വറി പപ്പ, ഐ ഹാവ് ആൻ ഐഡിയ. പക്ഷെ പപ്പ വിഷമിക്കണ്ട, എനിക്ക് ഒരു ഐഡിയ ഉണ്ട്, എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. Early the next day, Carla selected a basket fruit of the best ripe watermelons that the farmer had ever made. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നല്ല പഴുത്ത വാട്ടർമെലണും എടുത്തുകൊണ്ട് കാർല അടുത്ത ദിവസം ഇവിടേക്ക് പോവുകയാണ്. എവിടെയാ? മാർക്കറ്റിലേക്ക് പോവുകയാണ്. കാർല, ലെറ്റ് മീ ട്രൈ മൈ ലക്ക് അറ്റ് സെല്ലിംഗ് ദീസ്. ഇതൊക്കെ വിൽക്കാനായിട്ട് എൻ്റെ ഭാഗ്യം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്ന് നമ്മുടെ കാർല പറയുക. സീൻ 4. ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? In the merchant, young lady, you look tired. Perhaps I can help you. അപ്പോ ഉടനെ നമ്മുടെ പഴയ മെർച്ചന്റ് വന്നിട്ട് പറയാ, ഓ യങ് ലേഡി, കൊച്ചുകുട്ടി, അല്ലയോ സ്ത്രീയെ, ഇപ്പൊ നീ നല്ല ടയേർഡ് ആയിരിക്കുന്നുണ്ടല്ലോ കുട്ടി, നീ ഒരു നല്ല ടയേർഡ് ആയിരിക്കുന്നുണ്ടല്ലോ, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. കാർല, that would be very nice. She holds out a pair of watermelon. അപ്പോ he holds out a pair of watermelon. അപ്പോ എന്നിട്ട് പറയാ, അതെനിക്ക് വളരെ നല്ല ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ വാട്ടർമെലൺ എടുക്കുക.
merchant. How much for everything? എല്ലാത്തിനും കൂടെ എത്ര രൂപയാ? ഇത് നമ്മുടെ merchant, നമ്മുടെ farmer ചോദിച്ച അതേ ചോദ്യം തന്നെ. How much for everything? എല്ലാത്തിനും കൂടെ എത്ര രൂപയാ? He grins slightly, thinking he can make another good deal for himself. അങ്ങനെ ചിരിച്ചുകൊണ്ട് കള്ളച്ചിരിയോടുകൂടെ ഇതും എനിക്കെല്ലാം സ്വന്തമാക്കാം, കൗശലത്തോടെ ഒന്ന് ചിരിച്ചും കൊണ്ട് ഇതെല്ലാം സ്വന്തമാക്കാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. കാർല, ഹൗ മച്ച് യു വിൽ ഗീവ് മീ? അപ്പോ കാർല ചോദിച്ചു, എനിക്ക് നിങ്ങൾ എത്ര രൂപ തരും? Merchant takes this copper coins in his hand. അപ്പോ 3 copper coins, അതായത് 3 copper coins അയാളുടെ കയ്യിൽ എടുത്തിട്ട് പറയുക, these are difficult times, lady. This is all I can offer. അപ്പോ പറയാണ്, എനിക്കിപ്പോ ബുദ്ധിമുട്ടുള്ള സമയമാണ്, എനിക്ക് ഇത്ര മാത്രമേ തരാൻ പറ്റത്തുള്ളൂ. അതായത് എന്റെ കയ്യിലിരിക്കുന്ന എനിക്ക് ഇത്ര മാത്രമേ എനിക്ക് തരാൻ പറ്റുള്ളൂ എന്ന് പറയുക. കാർല, എവറിത്തിങ് ഇൻ യുവർ ഹാൻഡ്? അപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന അത്രയും ആണോ എന്ന് ചോദിക്കുക. യെസ് സർട്ടൻലി, മർച്ചന്റ് പറഞ്ഞു, ഉറപ്പായിട്ടും എന്റെ കയ്യിലിരിക്കുന്ന അത്രയും തരാം. Then it's a deal. അപ്പൊ കാർല പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ഈ ഒരു ഡീല് നമുക്ക് ഉറപ്പിക്കാം. She holds out her hand for payment. അപ്പോ എന്നിട്ട് പേയ്മെന്റിന് വേണ്ടിയിട്ട് നീട്ടി. The merchant grins slyly and slides the coins into her hands. എന്നിട്ട് ആ കോയിൻസ് അവന്റെ കയ്യിലേക്ക്, അവളുടെ കയ്യിലേക്ക് കൊടുത്തു. കാർല, ഓ താങ്ക് യു, I see that you have 3 lovely rings. അപ്പൊ കയ്യിൽ നോക്കിയപ്പോ കയ്യിൽ 3 മോതിരം കിടക്കുന്നുണ്ട്. നല്ല സ്വർണത്തിലോ അല്ലെങ്കിൽ അതുപോലെ വിലപിടിപ്പുള്ള 3 മോതിരം കിടപ്പുണ്ട്. I will have them as well. Thank you. They are very colorful. അപ്പൊ എന്നിട്ട് പറയാ, അതും എനിക്ക് നിങ്ങൾ തരേണ്ടതാണ്. അപ്പൊ പറയാ, അവിടെ കയ്യിലുള്ള മുഴുവനും കൊടുക്കാന്നല്ലേ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തിരിച്ച് പറയാ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന 3 മോതിരം ഉണ്ടല്ലോ, അതും എനിക്ക് തരണം. അപ്പൊ അത് ഭയങ്കര കളർഫുൾ ആണ്, കൊള്ളാമല്ലോ എന്ന് നമ്മുടെ കാർല പറയുക. മർച്ചന്റ്, വാട്ട്, യു മസ്റ്റ് ബി ക്രേസി. എന്താ നിനക്ക് വട്ടാണോ എന്ന് ചോദിക്കുക. കാർല, ബട്ട് യു ഹാഡ് അഗ്രീഡ് ടു ഗിവ് മീ എവറിത്തിങ് ഇൻ യുവർ ഹാൻഡ്, ഡിഡ്ന്റ് യു? അപ്പൊ എന്നിട്ട് ചോദിക്കുക, നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാം എനിക്ക് തരാമെന്ന്, നിങ്ങൾ അത് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. And remember, a deal is a deal. Just the way you had a deal with my father on other day. അപ്പോ എന്നിട്ട് പറയാ, ഓർക്കുക, ഈ വ്യവസ്ഥ എന്ന് പറയുന്നത് വ്യവസ്ഥ തന്നെയാണ്, അതിൽ വേറെ ഒരു മാറ്റവുമില്ല. നിങ്ങൾ എന്റെ അച്ഛനോട് നിങ്ങൾ ചെയ്തതുപോലെ തന്നെ, നിങ്ങൾ എന്റെ അച്ഛനോട് ഡീല് നടത്തിയതുപോലെ തന്നെ ഈ ഡീലും ഡീൽ തന്നെയാണ്. മെർച്ചന്റ്, ഓ നോ, അയ്യോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. Reluctantly he removes the rings and gives them to Carla. He wipes his tears. She sees his tears and returns the rings. അപ്പോ എന്നിട്ട് കരഞ്ഞും കൊണ്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു, പുള്ളിക്കാരന്റെ ആ ഒരു മോതിരം ഊരി കൊടുക്കുകയാണ്. ആ പുള്ളിക്കാരൻ കരയുന്നത് കാർല കണ്ടു, അതുകൊണ്ട് അവൾ അത് തിരിച്ചു കൊടുത്തു. I can't cheat anybody as you did. അപ്പൊ എന്നിട്ട് കാർല അവനോട് പറഞ്ഞു, അങ്ങേരോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ മറ്റുള്ളവരെ ചീറ്റ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ വഞ്ചിക്കുന്നത് പോലെ എനിക്ക് ആരെയും ചീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. My father taught me not to harm anybody. എന്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട് ആരെയും ചീറ്റ് ചെയ്യരുതെന്ന് അല്ലെങ്കിൽ ആരെയും വഞ്ചിക്കരുത് എന്ന് എനിക്ക് എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. Take your rings back. ഈ റിങ്സ് എല്ലാം തിരിച്ചെടുത്തോളൂ. The merchant looks at Carla in wonder. അപ്പോ ആ മെർച്ചന്റ് ഇങ്ങനെ നമ്മുടെ കാർലെ ഇങ്ങനെ അതിശയത്തോടെ ഇങ്ങനെ നോക്കി നിന്നു. അതാണ് നമ്മുടെ കഥ. മനസ്സിലായോ? മനസ്സിലായോ? എടാ വീഡിയോ ഒക്കെ ഓണാക്കി വെക്കടേ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, sir. No, sir.
അപ്പൊ നമുക്ക് ഇത് ആരാ എഴുതിയെന്ന് നോക്കാം. റോബർട്ട് സ്കോട്ട്ലാൻഡ് എന്ന് പറയുന്ന ആളാണ് ഇത് എഴുതിയത്. വാസ് ബോൺ ഇൻ ന്യൂയോർക്കിൽ ജനനം. His short fiction and poems have appeared in hundreds of prints and online journals and anthologies. അപ്പോ നമ്മുടെ പുള്ളിക്കാരന്റെ ഈ ഒരു ജേർണൽസും എല്ലാം പല പല ഇതിലെല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും, അതുപോലെ തന്നെ പ്രിന്റ് ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. In 2003 he was a recipient of Zone 3's Rainmaker Award in Poetry. അപ്പോ ഈ സോൺ 3's Rainmakers Award പോയട്രിക്കുള്ള അവാർഡ് ലഭ്യമായ ഒരാളാണ്. His book Measuring the Distance was shortlisted for the Da Vinci Eye Award and it received honorable mention for the Erich Hoffer Book Award. അപ്പോൾ പുള്ളിക്കാരന്റെ ഈ ഒരു നോവൽ അല്ലെങ്കിൽ ഈ ഒരു ബുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എവിടെ, ഡാവിൻസി ഐ അവാർഡിലെത്തേക്കും. പിന്നെ പുള്ളിക്കാരൻ എറിക് ഹോഫർ ബുക്ക് അവാർഡ് എന്ന് പറഞ്ഞ അവാർഡും പുള്ളിക്കാരന് ലഭിച്ചിട്ടുണ്ട്. അപ്പോ ആക്ടിവിറ്റി ചെയ്യാം. Activity number 1. Number the picture in the same order as the event took place in the play. അപ്പൊ ഈ പ്ലേയില് അല്ലെങ്കിൽ ഇവിടെ ഈ കഥയില് എങ്ങനെ നടന്നോ അതുപോലെ ആ ഒരു രീതിയില് ഇതിനെ മാർക്ക് ചെയ്യാനാണ് പറയുന്നത്. എങ്ങനെ മാർക്ക് ചെയ്യും? എങ്ങനെ മാർക്ക് ചെയ്യും? ഏതാ ഫസ്റ്റ് വരുന്ന? ഏതാ ഈ പിക്ചർ നോക്കിയിട്ട് ഫസ്റ്റ് വരുന്ന ഏതാ? വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചോ എല്ലാരും? വീഡിയോ ഓൺ ചെയ്ത് വെക്കണേ. പറയും. ഇതിൽ ആദ്യം ഏത് വരുമായിരിക്കും? ദിയ, ദിയ ഇവിടെ ഇല്ലേ? ഓക്കെ, എടാ ഇതിൽ ആദ്യം ഏത് പിക്ചർ വരും? 1 ഏതാ? ഓക്കെ, അഭിജിത്ത് 1 ഏതാടാ? എന്താ ദിയ? ക്വസ്റ്റ്യനോ? അതായത് ഈ പിക്ചർ, ഇവിടെ കുറെ പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലോ. ഈ പിക്ചറിൽ ഓരോ ഇവന്റ് കഥയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഓരോ ഇവന്റും ആദ്യം നടന്ന ഇവന്റ് 1 എന്ന് കൊടുക്കണം, രണ്ടാമത് നടന്ന ഇവന്റ് 2 എന്ന് കൊടുക്കണം, അങ്ങനെ അവസാനം നടന്ന ഇവന്റിന് അവസാനത്തെ നമ്പർ കൊടുക്കണം. ആ രീതിയിൽ ഇതിനെ അടുക്കി എഴുതാനായിട്ടാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഓരോ പിക്ചർ ഇതിൽ ആദ്യം ഇവന്റ് ഏതാണോ നടന്നത് അതില് 1 എന്ന് കൊടുക്കാം, അടുത്തതിൽ 2 എന്ന് കൊടുക്കാം. അപ്പൊ ഏത് ഒന്നാമത്തെ ഏതായിരിക്കും? കുതിരവണ്ടി സാധനങ്ങൾ വെക്കുന്നത്. അപ്പോ ഇതാണ് ഇത്. ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള അത് 1. അപ്പൊ രണ്ടാമത്തെ ഏതാ? ഏറ്റവും മുകളില് രണ്ടാമത്തെ. ഏറ്റവും മുകളിലുള്ള 2. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഏറ്റവും താഴത്തെ രണ്ടാമത്തെ നോക്കിക്കേ, അതായിരിക്കൂലേ? കാരണം അതുകൊണ്ടല്ലേ സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ പുള്ളിക്കാരന്. അപ്പോ ഇതാണ് ഇത് 2. അത് മെർച്ചന്റ് ആണോ? ഫാർമർ തൊപ്പി വെച്ചിട്ടില്ല. ഫാർമർ തൊപ്പി വെച്ചിട്ടില്ല. ഓക്കെ, റൈറ്റ്. ഓക്കെ, അപ്പൊ നീ പറഞ്ഞത് ശരിയാണ്. അപ്പൊ രണ്ടാമത്തത് ഇത് വരും. മൂന്നാമത്തെ ഏത് വരും? മൂന്നാമത്തത് 1ന്റെ ഇപ്പുറത്ത് കിടക്കണം. ഏതാ? ഏറ്റവും താഴെ ഇതോ? ഓക്കെ, അത് വരും നമ്മുടെ. ഓക്കെ, മെർച്ചന്റ് അത് വരും. അടുത്ത 4 ഏത് വരും?
നാല് നടുക്ക് കിടക്കുന്നത് അത് ഇത് അത് 4. ഓക്കെ റൈറ്റ്. അടുത്ത 5 ഏത് വരും? 5 ഏറ്റവും ലാസ്റ്റ്. ഏറ്റവും അതെ. ഓക്കെ. 6 ഏറ്റവും മുകളിൽ മൂന്നാമത്തത്. ഓക്കെ. 7 രണ്ടാമത്തേത് അത് ഓക്കെ. 8 അതായത് രണ്ടാമത്തേത് ഫസ്റ്റ് അത് തന്നെ. 9 അത് ഈ ഫസ്റ്റ് ഏറ്റവും മുകളിലത്തത്. അപ്പോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഇവന്റ്സ് ഇൻ ദ റൈറ്റ് ഓർഡർ ഇൻ ദ സ്പേസ് ഗിവൻ ബിലോ. അപ്പോ ഇവിടുത്തെ ഈ ഒരു ഇവന്റ്സ് നിങ്ങൾ ടെക്സ്റ്റിൽ എഴുതണം. ടെക്സ്റ്റ് അല്ല, നോട്ടിൽ എഴുതണം. അതായത് ഇവിടെ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഓരോ ഇവന്റ്സും നിങ്ങൾ ഇവിടെ നോക്കി കൃത്യമായിട്ട് എഴുതണം. എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാം? പറയൂ. ഒന്നാമത്തെ കൊടുത്തിട്ടുണ്ട് ദ ഫാർമർ ലോഡഡ് ഹിസ് വാഗൺസ് വിത്ത് ഗ്രെയിൻസ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഏതുണ്ട്? The merchant gave the farmer 20 crops pieces as price for everything. Okay. പക്ഷെ അതിന് മുമ്പ് നമുക്ക് പറയുന്നത് മെർച്ചന്റ് കെയിം ദേർ. മെർച്ചന്റ് വന്നു. അപ്പൊ മെർച്ചന്റ് വന്നതിന് ശേഷമല്ലേ, കാര്യം നമ്മൾ ആ ഒരു മെർച്ചന്റ് വന്നു എന്നിട്ട് ഒരു ഡീല് അവിടെ ഉണ്ടാക്കി. എന്നിട്ട് ദ മെർച്ചന്റ് മേക്സ് എ ഡീൽ വിത്ത് ദ ഫാർമർ. എന്നിട്ട് മെർച്ചന്റ് ഒരു ഡീൽ ഉണ്ടാക്കി. അത് കഴിഞ്ഞു ദ ഫാർമർ ഫീൽസ് സാഡ് ബിക്കോസ് ദ മെർച്ചന്റ് ഫൂൾഡ് ഹിം. അതല്ലേ നാലാമത്തത്? അതല്ലേ നാലാമത്തെ? അപ്പൊ അത് 5 എന്ത് പറയും? The merchant, the farmer told everything to Carla, whatever happened in the market. അങ്ങനെ ആയിരിക്കത്തില്ലേ? അതല്ല കാര്യം. നമ്മുടെ ഫാർമർ അഞ്ചാമത്തെ പിക്ചർ എന്ന് അഞ്ചാമത്തെ പിക്ചർ എന്ന് പറയുന്നത് ആ കാർലയോട് ഇത് പറയുന്നതായിട്ടല്ലേ? ആണോ പിള്ളേരെ? ആണോ? എടാ ഇതിൽ സംശയമുണ്ടോ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ ഒരു ആൻസർ ടൈപ്പ് ചെയ്യാം, എന്നിട്ട് നമുക്ക് നോക്കാം. എഴുതണ്ടല്ലോ. എഴുതണ്ട. അപ്പൊ ഒന്നാമത് ദ ഫാർമർ ലോഡഡ് ഹിസ് വാഗൺ വിത്ത് ഗ്രെയിൻസ്. അടുത്ത് നമ്മുടെ മെർച്ചന്റ് വന്നു. മെർച്ചന്റ് മേക്സ് എ ഡീൽ വിത്ത് ഫാർമർ. അത് കഴിഞ്ഞ് 4 ദ ഫാർമർ ഫീൽസ് സാഡ് ബിക്കോസ് ദ മെർച്ചന്റ് ഫൂൾഡ് ഹിം. അപ്പൊ എന്നിട്ട് നാലാമത്തെ നമ്മുടെ മെർച്ചന്റ് ആണെങ്കിൽ നമ്മുടെ ഫാർമറിനെ പറ്റിച്ചതില് പുള്ളിക്കാരന് വിഷമം തോന്നി. അത് കഴിഞ്ഞിട്ട് 5 ദ ഫാർമർ ടോൾഡ് എവറിത്തിങ് ഹാപ്പൻ ടു കാർല. അപ്പൊ കാർലയോട് എല്ലാ കാര്യങ്ങളും അവൾ പറഞ്ഞു, നമ്മുടെ മെർച്ചന്റ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 6 ആ പിക്ചർ നിങ്ങൾ നോക്കൂ. കാർല മേക്സ് എ ഡീൽ വിത്ത് ദ മെർച്ചന്റ്. എന്നിട്ട് കാർല വന്നു. കാർല വന്നതിന് ശേഷം ആ മെർച്ചന്റിന്റെ അടുത്ത് ഒരു ഡീൽ ഉണ്ടാക്കി, അല്ലെങ്കിൽ നമ്മുടെ മെർച്ചന്റിന് ഡീൽ ഉണ്ടാക്കി. എന്നിട്ട്
മെർച്ചന്റ് ഷോസ് സർ 3 കോപ്പർ പീസസ്. എന്നിട്ട് അതാണ് അവരുടെ കയ്യില് 3 കോപ്പർ പീസസേ ഉള്ളൂ എന്നുള്ള കാര്യം കാണിച്ചു. അടുത്ത് കാർല ആസ് 3 ലവ്ലി റിംഗ്സ് ഓഫ് മെർച്ചന്റ്. അപ്പൊ മെർച്ചന്റിന്റെ കയ്യിലുണ്ടായിരുന്ന 3 റിംഗും കൂടെ ചോദിച്ചു. അടുത്ത് റിലക്റ്റന്റ്ലി മെർച്ചന്റ് ഗീവ്സ് ഹർ 3 റിംഗ്സ്. എന്നിട്ട് നമ്മുടെ മെർച്ചന്റ് ഈ 3 റിംഗ്സും പുള്ളിക്കാരന് നമ്മുടെ കാർലയ്ക്ക് കൊടുത്തു. എങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ടാണ് ചോദിച്ചത്. ഇതില് വേറെ പോയിന്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടോ? ദിയ എന്ത് പറയുന്നു? ദിയ ഇതിൽ ഡൗട്ട് ഉണ്ടോ? ദിയ, ആദിത്യൻ, ഷാനു? അടുത്ത് ആക്ടിവിറ്റി നമ്പർ 2. റീഡ് ദിസ് ലൈൻസ് വിച്ച് ഡിസ്ക്രൈബ്സ് എ ഫാർമേഴ്സ് വർക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഫാർമറിന്റെ വർക്കിനെ കുറിച്ചുള്ള കുറച്ച് 4 വരിയാണ് കൊടുത്തിട്ടുള്ളത്. When the sun rises, I go to work. സൂര്യൻ ഉദിക്കുമ്പോൾ ഞാൻ ജോലിക്ക് പോകും. When the sun goes down, I take rest. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കും. I dig the well for which I drink. I dig the well from which I drink. ഞാൻ കുടിക്കുന്ന വെള്ളം ഞാൻ ഉണ്ടാക്കിയ കിണറിൽ നിന്ന് തന്നെയാണ്. I farm the soil which eats my food. എനിക്കുള്ള ആഹാരം തരുന്നത് ഞാൻ എൻ്റെ ഈ ഒരു കൃഷിയിടത്ത് കൃഷി ചെയ്യുമ്പോൾ ആണ്. അല്ല, ഈ കൃഷിയിലൂടെയാണ് എൻ്റെ ആഹാരം, അല്ലെങ്കിൽ എനിക്കുള്ള ആഹാരം കിട്ടുന്നത് വെള്ളം. The farmer tills and toils in the farm to produce good products. അപ്പോ നമ്മുടെ ഫാർമർ ആണെങ്കിൽ നല്ല രീതിയിൽ കഷ്ടപ്പെടും. ടെൽസ് ആൻഡ് ടോൾസ്, അത് നല്ല രീതിയിൽ കഷ്ടപ്പെടും, മണ്ണിൽ നല്ല രീതിയിൽ കഷ്ടപ്പെടും. എന്തിനു വേണ്ടിയിട്ടാ? ഓരോന്ന് ഉണ്ടാക്കിയെടുക്കാൻ, മണ്ണിൽ നിന്ന് ഓരോന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. The work of a farmer is hard and eventful as described in the above lines. അപ്പോൾ ഒരു കർഷകന്റെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നം നിറഞ്ഞത് തന്നെയാണ്. Do you know any farmer in your locality? Collect their names, the crop they cultivate, the products, the way they sell it. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഉള്ള വർക്ക് എന്ന് പറയുന്നത്, നിങ്ങളുടെ ആ ഒരു ലൊക്കാലിറ്റിയിൽ ഏതെങ്കിലും ഫാർമേഴ്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് ചോദിക്കുക, അവരുടെ പേര് കളക്ട് ചെയ്യുക, അവരെന്താണ് കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കുക, എങ്ങനെയാണ് അവർ സെല്ല് ചെയ്യുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. പക്ഷെ ഈ ആക്ടിവിറ്റി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പുറത്തിറങ്ങി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇതിനുള്ള ഒരു ആൻസർ അയച്ചിരിക്കാം കേട്ടോ. ഓക്കെ ആണോ? അതെ, ആരെങ്കിലും മറുപടി പറ. ഓക്കെ. അപ്പൊ നോർമലി ഒരു കർഷകൻ എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യം ഞാനത് അയക്കാം. Look at the picture and describe the work of a farmer. അപ്പോ ഇതില് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലല്ലോ അല്ലെ ഇതിന്റെ മുകളില്? ഈ ഒരു പിക്ചർ നോക്കുക. ആൻഡ് ഡിസ്ക്രൈബ് ദ വർക്ക് ഓഫ് എ ഫാർമർ. ഈ ഒരു ഫാർമറിന്റെ വർക്ക് ഡിസ്ക്രൈബ് ചെയ്യുക. Don't forget to describe the work done by the family members of the farmer too. അപ്പോ ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാവും ഒരു ഫാർമർ വർക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോ ഈ പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും? എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും? പറയ്. അറിയില്ല സാർ. അല്ല, ഈ പിക്ചർ കണ്ടിട്ട് നിനക്ക് എന്തൊക്കെ തോന്നുന്നു അതില്? അതാണ് പറയേണ്ടത്. Farmer is working in the field. Okay, farmer is working in the field.
children played in the water. Children's playing in the water or pond or river. There is a hut in the scene. There is a hut located at the edge of the vast field. അപ്പോ ആദ്യം പറയുക ഇതിന്റെ അടുത്ത് തന്നെയാണ് പുള്ളിക്കാരന്റെ വീട്. പിന്നെ വേറെന്തൊക്കെ കാണുന്നു? ദിയ, വേറെന്തൊക്കെ കാണുന്നു? 2 cows. Huh? 2 cows are drinking water. The cows, okay. ഇത് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുമോ അതോ ഞാൻ അയക്കണോ? അയക്കണം. ഓക്കെ, എന്നാലും സ്വന്തമായിട്ട് എഴുതാൻ വയ്യ. ഇത് ഏറ്റവും സിമ്പിൾ അല്ലേ? ഇതേപോലുള്ള ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് അടുത്ത എക്സാമിനർ ചോദിച്ചെന്ന് വരാം. അതായത് ഇത് ഒരു പിക്ചർ എന്തൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാം? There is a hut at the edge of the field. There is a tall coconut tree, and the farmer is working, and there is a busy feeding. There is that would be farmer's wife. She is feeding the cattle. When the children are enjoying at the pond. അപ്പോൾ ഈ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഞാനത് അയക്കാം. ഓക്കെ, എന്നാലും സ്വന്തമായിട്ട് എഴുതാൻ മടിയാണ്. അടുത്ത എഡിറ്റിംഗ് ആണ്. The king of Anantapuri wants to promote farming in his kingdom. One of his courtiers prepared a news report. അതായത് നമ്മുടെ ഒരു ഇവിടുത്തെ ആരാ കോർട്ടിയർ, നമ്മുടെ അതിലുള്ള ആള് അല്ലെങ്കിൽ ആ ഒരു മന്ത്രിമാരിൽ ഒരാൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കി. There are some errors in it. പക്ഷെ അതിൽ കുറച്ച് എറർ ഉണ്ട്. Help him edit the report. ആ റിപ്പോർട്ട് കറക്റ്റ് ചെയ്യാനായിട്ട് പുള്ളിക്കാരനെ സഹായിക്കാം. ഇത് വായിക്ക്, എന്നിട്ട് എന്തൊക്കെ എറർ ഉണ്ടെന്ന് വേഗം കണ്ടുപിടിക്കാൻ നോക്കിയേ. ഞാൻ എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അണ്ടർലൈൻ ഒന്നും ചെയ്യാതെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അത് കണ്ടുപിടിക്കാൻ പറ്റും? ഒരിക്കൽ വായിക്കാം. The king of Anantapuri is worried about the poor condition of farming in his kingdom. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എന്താടാ? എവിടെയാ? The king of Anantapuri is. വ്യക്തമായില്ല, കുറച്ചുകൂടെ ഉറച്ചു പറഞ്ഞേ. The king of Anantapuri is. ഈസ് ഇല്ല, അനന്തപുരി ഈസ് worried. അത് ശരി തന്നെയാണ്, അതിൽ കുഴപ്പമില്ല. അതൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. അപ്പൊ അപ്പോഴത്തെ ആ ഒരു കണ്ടീഷനിലാ പറയാൻ പറ്റുക. ഫസ്റ്റ് സെന്റൻസിൽ തെറ്റില്ല. He visit all part of his kingdom. അവിടെ തെറ്റുണ്ട്. അതിലെന്താ തെറ്റ്? സെക്കൻഡ് സെന്റൻസ് he visit all parts of his kingdom. അതിലെന്താ എന്തോ ഒരു തെറ്റുണ്ട്. എന്താ അത്? ഓഫ് കിങ്ഡോ ഇല്ല, തെറ്റ്. അഭിജിത്തെ, എന്തായിരിക്കും തെറ്റ്? അൺമ്യൂട്ടേഡാ? എന്തായിരിക്കും തെറ്റ്? അല്ല, ഓൾ ദ പാർട്ടും ശരിയാണ്. എടാ, വിസിറ്റ് അതിന്റെ പാർട്ട് ഫോം വേണം. വിസിറ്റഡ്. അപ്പൊ വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് പുള്ളിക്കാരന് ആ ഒരു വറി ചെയ്ത് തുടങ്ങിയത്, ആ ഒരു നാടിനെ പറ്റി ഓർത്ത്. ഓക്കെ, he could hardly see any cultivated land except in some areas. അതിലെന്താ തെറ്റ്?
He could hardly see any cultivated. Spelling. എന്താടാ? Hardly the spelling. സ്പെല്ലിംഗ് തെറ്റ്. അപ്പൊ സ്പെല്ലിംഗ് കറക്റ്റ് സ്പെല്ലിംഗ് എന്താ? HARDLY. Y. അപ്പോ അത് കറക്റ്റ് ചെയ്യുക. അടുത്തത്. So he issued orders to begin farming in all parts of the kingdom as early was possible. അതിൽ എന്താ തെറ്റ്? അതിലെന്താ തെറ്റ്? Began. അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താ? എന്താ അവിടുത്തെ മിസ്റ്റേക്ക്? ബിഗാൻ എന്ന് ബിഗൻ എന്ന് പറയുമ്പോ അല്ലെങ്കിൽ ബിഗൺ അല്ലെ ബിഗാൻ എന്ന് പറയുമ്പോ അത് പാസ്റ്റ് ടെൻസ് ആണ്. പക്ഷെ ഇവിടെ ഇഷ്യൂ ചെയ്യുന്നതേ ഉള്ളൂ, ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോ ഓർഡർ ബിഗിൻ. The order he issued orders to begin farming in all parts of the kingdom as early was വരത്തില്ല, as early as possible. അപ്പോ അവിടെ വാസിന് പകരം as. Yes. The king offered 100 gold coins for the best farmer, which makes the best result in farming. അവിടെ എന്താ മിസ്റ്റേക്ക് അറിയാമോ? അവിടെ വിച്ച് വരത്തില്ല. വിച്ചിന് പകരം എന്ത് വരുമായിരിക്കും? വിച്ചിന് പകരം എന്ത് വരുമായിരിക്കും? ഹൂ. കാരണം ആളുകളെ നമ്മൾ പറയുകയാണെങ്കിൽ, ആളുകളെയാണ് ഇത് നമ്മൾ പോയിന്റ് ചെയ്യുകയാണെങ്കിൽ അത് ഹൂ എന്നേ ചോദിക്കത്തുള്ളൂ. വിച്ച് എന്ന് പറഞ്ഞാൽ സാധനങ്ങളെ മാത്രമേ പറയത്തുള്ളൂ. അപ്പൊ അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് അത്ര തന്നെയാണ് ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി അതിലെന്താ ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും? സാർ പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻ ഏതൊക്കെ വേണമെന്ന് ചോദിക്കുന്നു ഇറങ്ങി. അപ്പോ നിങ്ങൾക്ക് എഴുതി അയക്കേണ്ട സ്പീച്ചിന്റെ ടോപ്പിക് ആണ് ഡീഫോറസ്റ്റേഷൻ. എങ്ങനെ എഴുതും? അങ്ങനെ ഒരു ടോപ്പിക് തന്നു കഴിഞ്ഞാല് നിങ്ങൾ എങ്ങനെ എഴുതും? എങ്ങനെ എഴുതും പറയും? പറയും എങ്ങനെ എഴുതും? ഇവിടെ ഞാനത് അന്ന് എടുത്തതല്ലേ സ്പീച്ച് എങ്ങനെ എഴുതണം എന്നുള്ളത്. ഇവിടെ വീഡിയോ ആണാക്ക്. ആദിത്യൻ, ഷാനു. ഇവിടെ നിങ്ങൾക്ക് ഷാനു നീ എവിടെ പോണേ? വീഡിയോ ഓഫ് ചെയ്യല്ലേ. ഇത് സ്പീച്ച് എങ്ങനെ എഴുതും എന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് ടോപ്പിക് കിട്ടി ഡീഫോറസ്റ്റേഷൻ. അപ്പൊ ഇതെവിടെയാ പറയുന്നത് എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇതിപ്പോ നിങ്ങളുടെ സ്കൂൾ അസംബ്ലിയിലാണ് നിങ്ങൾ ഈ ഒരു സ്പീച്ച് പറയുന്നതെന്ന് വെക്കുക. അപ്പോ നിങ്ങൾ എങ്ങനെ ഒരു സ്പീച്ച് പറഞ്ഞു തുടങ്ങി? എങ്ങനെ പറയും? Okay, good afternoon, good morning, respected teachers and my dear friends. എന്നിട്ട് ഇതെന്താ, നീ എന്തിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നതെന്ന് പറയണം. Today I am going to felicitate a speech on deforestation or harmful effect of deforestation. ഈ ഒരു ഡീഫോറസ്റ്റേഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം
ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. എന്നിട്ട് പറയാം വാട്ട് ഈസ് ഡീഫോറസ്റ്റേഷൻ, എന്താ ഡീഫോറസ്റ്റേഷൻ. അത് കഴിഞ്ഞിട്ട് അത് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചൊക്കെ എഴുതി വെക്കും. വാട്ട് ഈസ് ഡീഫോറസ്റ്റേഷൻ, എന്താണെന്നുള്ള ഡീഫോറസ്റ്റേഷൻ എന്താണ്, അതിന്റെ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്ട് എന്താണ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് വായിച്ച് എഴുതുക. എന്താണ് അതിന്റെ നെഗറ്റീവ് ഇമ്പാക്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. വി ഹാവ് ടു പ്ലാൻ ട്രീസ് ഫോർ ബെറ്റർ ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ വേണം പറഞ്ഞു നിർത്താനായിട്ട്. അപ്പൊ ഇത് എല്ലാം കൂടെ ഒരു 3-4 പാരഗ്രാഫ് എഴുത്. നിങ്ങൾക്ക് ഇത് പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, ഈ ടോപ്പിക് തന്നെ ഞാൻ എക്സാമിനും ചോദിക്കും. സോ നിങ്ങളിത് എനിക്ക് മര്യാദക്ക് നേരെ എഴുതി അയച്ചു കഴിഞ്ഞാല് നമുക്കത് കറക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് അത് തന്നെ പഠിച്ച് എക്സാമിന് എഴുതാം. എന്തു പറയുന്നു? ഓക്കെ സാർ. അപ്പോ ഇത് ഈ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിനെ പറ്റി, അല്ലെ ഹാർംഫുൾ എഫക്ട്സ് ഓഫ് ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി നിങ്ങൾ എഴുതുക. ഫസ്റ്റ് ഇത് നിങ്ങൾ ആരുടെ മുമ്പിലാണ് പറയുന്നത് അതിനെ കുറിച്ച് പറയുക. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഓർ ഫെലിസിറ്റേറ്റ്, ടുഡേ ഐ ആം ഗോയിങ് ടു ഫെലിസിറ്റേറ്റ് ഓൺ or I am going to discuss on this topic, harmful effects of deforestation എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് എന്താ deforestation, what are the negative impact on deforestation, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ ഇഷ്യൂസ് ആ വരുന്നത് എന്നുള്ള deforestation കൊണ്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഇനി നമ്മൾ ഫ്യൂച്ചറിൽ എന്താ ചെയ്യേണ്ടത്. ലൈക്ക് വി ഹാവ് ടു പ്ലാൻ ട്രീസ്. അപ്പോൾ നമ്മൾ ട്രീസ് ഒക്കെ പ്ലാൻ ചെയ്യണം, ധാരാളം ട്രീസ് വച്ചുപിടിപ്പിക്കണം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. എന്നിട്ടൊരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ഡീഫോറസ്റ്റേഷൻ അവോയ്ഡ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ എഴുതി അയക്കുമല്ലോ. സാർ ഒന്നും കൂടെ പറയുമോ? ഒന്നും കൂടെ. ഓക്കെ, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എഴുതാൻ അറിയാമല്ലോ. അത് കഴിഞ്ഞിട്ട് നീ ഇത് എവിടെയാ പറയുന്നതെന്ന് അറിയാമല്ലോ. എവിടെയാ? സ്കൂളില്? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവന്റ്, അത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതിയിരിക്കും ഏത് ഇവന്റിലാണെന്നുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് ആ ഇവന്റിൽ എഴുതുന്നു, ആ ഇവന്റിൽ വെച്ച് പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വാട്ട് ഈസ് ഡീഫോറസ്റ്റേഷൻ, എന്താ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയണം. എന്നിട്ട് വാട്ട് ആർ ദ ഹാർംഫുൾ എഫക്ട്സ് ഓഫ് ഡീഫോറസ്റ്റേഷൻ എന്നുള്ള കാര്യം പറയണം. അതിനൊക്കെയുള്ള ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം. ഗൂഗിൾ ചെയ്യാം, ഗൂഗിൾ ചെയ്തൊക്കെ നോക്കാം, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ബുക്കുകൾ വായിക്കാം, അതിലൊക്കെ ഉണ്ട്. ആ എഫക്ട് കാര്യങ്ങളൊക്കെ എഴുതിയതിനു ശേഷം എന്നിട്ട് നിനക്കുള്ള സജഷൻസ്, എന്നിട്ട് കൺക്ലൂഷൻ ഒക്കെ പറയാം. അതായത് നമ്മൾ പ്ലാന്റ്സിനെ വെച്ചുപിടിപ്പിക്കണം, നമ്മൾ പ്ലാന്റ്സിനെ നശിപ്പിക്കാൻ പാടില്ല, നമ്മൾ ധാരാളം പിടിപ്പിച്ചില്ല എങ്കിൽ നമുക്ക് ഓക്സിജൻ ഒന്നും കിട്ടത്തില്ല, നമുക്ക് വെള്ളം കിട്ടത്തില്ല എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റും. മനസ്സിലായോ? ഇങ്ങനെ ഒരു സ്പീച്ച് എഴുതേണ്ടതെന്ന് വെച്ചാൽ സോ ആ രീതിയിൽ ഒന്ന് എഴുതി നോക്കി, എഴുതിയിട്ടായിരിക്കും. ഓക്കെ, ഓക്കെ സാർ. അപ്പോ അത്ര തന്നെയാണ് ഇന്നത്തെ ക്ലാസ്.